കുറ്റവാളികളെ കൈവിടുന്നതിനൊപ്പം കുറ്റമേറ്റു പറയുകയും വേണ്ടേ കത്തോലിക്ക സഭ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ PC ജോർജ് MLA 3 ആക്ഷേപങ്ങളാണ് ഉയരുന്നത് സഭയ്ക്കെതിരെ. 1, കുറ്റകൃത്യം മൂടിവെക്കുന്നു. 2, പ്രതികളെ സംരക്ഷിക്കുന്നു. 3, പരാതിക്കാരെ പീഡിപ്പിക്കുന്നു. നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഈ കാര്യത്തിലൊരു പുനർവിചിന്തനം വേണ്ടേ സഭാ പൗരോഹിത്യത്തിന്? ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കില്ലാത്ത തലക്കനം എന്തിനാണ് മാർ ആലഞ്ചേരി പിതാവിന്? ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കില്ലാത്ത തലക്കനം എന്തിനാണ് മറ്റ് അതിരൂപതയിലെ അധികായന്മാർക്ക്? ദാ ഇങ്ങനെ ഒരു പിഴവ് പറ്റുന്നു. ലോകത്ത് പലയിടങ്ങളിലും ഈ പാപത്തിന് ഏറ്റുപറയുന്ന മഹാപ്രമാണിമാരുണ്ട്. അവരുടെ മാതൃകയിൽ ഞങ്ങളും തലകുമ്പിടുന്നു എന്നെന്തേ പറയാൻ കഴിയാത്തത്? വേണു, എൻ്റെ ചോദ്യം അതാ. വേണു ചോദിച്ച കാര്യം തന്നെ ഞാനും ചോദിക്കുന്നത്. വേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഒരു വൈദികൻ ബ്രഹ്മചര്യമാണ് അതിന് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ അത് നഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ തെളിയുന്നത്. എന്തിന് ഇവനെ ആരും നിർബന്ധിക്കുന്നു? വേണമെന്നറിയാം, ഒരു വൈദികനായിട്ട് പഠനം തുടങ്ങിയാൽ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ചെക്കപ്പ് അവർക്ക് പോകാം. എൻ്റെ നിയോജക മണ്ഡലത്തിൽ, അതായത് വൈദികനായിട്ട് പുത്തൻ കുർബാന ചെല്ലുന്നതിൻ്റെ തലേ ദിവസം ആ വൈദികൻ അരമനയിൽ പിതാവിനോടൊപ്പമാണ് കഴിയുന്നത്. രാവിലെ പിതാവിനോടൊപ്പം കാറിൽ വന്നാണ് ആ കുർബാന ചൊല്ലിയാണ് സത്യം ചെയ്ത് ബൈബിളെടുത്ത് കുർബാന അച്ഛൻ മെത്രാൻ പട്ടം കൊടുക്കുന്നു, കുർബാന ചെല്ലുന്നു. അങ്ങനെയാണ് വൈദികനാകുന്നത്. ആ വൈദികനാകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മെത്രാൻ്റെ വേടെ അരമനയിൽ ചെന്ന, പാലായിലാണ് ഞാൻ പറഞ്ഞേക്കാം, പാലാ അരമനയിൽ ചെന്ന ഒരു വൈദികൻ നാളെ രാവിലെ വിശുദ്ധ കുർബാനയാണ്. ആ വൈദികനാകേണ്ട വൈദികാർത്ഥി രാത്രി ഉറക്കത്തിൽ ചാടിയേറ്റിട്ട് പിതാവിനെ മുട്ടുവിളിച്ച് പറഞ്ഞു, ഞാൻ വൈദികനാകുന്നില്ല. അപ്പോൾ പിതാവ് ചോദിച്ചു, നാളെ? പിതാവേ, വർഷങ്ങളായി അദ്ദേഹം ഇപ്പം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, പെൻഷൻ പറ്റി പോയി. അദ്ദേഹം പറഞ്ഞു, പിതാവേ, എനിക്ക് ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങിപ്പോയി, കല്യാണം കഴിച്ചു, ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹത്തെ ഭാര്യയും ബാങ്കിലായിരുന്നു, എത്ര ഐശ്വര്യമായിട്ട് പോയി, എത്രയോ നല്ല മനുഷ്യൻ. PC ജോർജ്, പക്ഷേ സിസ്റ്റർ ജസ്മി ചൂണ്ടിക്കാട്ടുന്നതാണ് യഥാർത്ഥ സാഹചര്യം. അങ്ങിപ്പോ ബാങ്ക് ജീവനക്കാരനായി പെൻഷൻ പറ്റി സുഖകരമായി കുടുംബജീവിതം നയിക്കുന്നയാൾ എന്ന ഉദാഹരണത്തിലേക്ക് ചുരുക്കരുത് കാര്യങ്ങളെ. സിസ്റ്റർ ജസ്മി പറയുന്നതാണ് സഭയുടെ യഥാർത്ഥമായ നീക്കത്തിന്റെ ലക്ഷണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. എന്താണത്? മുൻപാണെങ്കിൽ ധാരാളം മക്കളുണ്ടാകും കുടുംബത്ത്. ഒരു സെക്കൻഡ്, ധാരാളം മക്കളുണ്ടാകും കുടുംബത്ത്, എല്ലാവരെയും കെട്ടിച്ചു വിടാൻ കഴിയില്ല, ദൈവവിളി കിട്ടി എന്ന നിലയിലേക്ക് ഈ പറയുന്ന സഭയ്ക്ക് നൽകാറുണ്ട്, വൈദികനായി അല്ലെങ്കിൽ കന്യാസ്ത്രീയായി. ഇപ്പോഴതല്ലാന്നില്ല, ഇപ്പോൾ കിട്ടാനില്ലാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും ആളെ കൂട്ടിയേ പറ്റൂ. അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടിയാണെന്ന് ജസ്മി പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? ഇപ്പോൾ 2 കുട്ടികളിലധികമുള്ളവർക്ക് പാരിതോഷികങ്ങൾ നൽകുന്നില്ലേ സഭ? എന്താണ് അതിന്റെ പിന്നിലെ താല്പര്യം? വിദ്യാഭ്യാസ ചെലവടക്കം നോക്കിക്കൊള്ളാമെന്ന് പറയുന്നത് എന്താണ് അതിന് പിന്നിലെ താല്പര്യം? വേണു പറയുന്നത് ഞാൻ അബദ്ധം പറയാതെ, വേണു പറയുന്നത് മുഴുവൻ സമ്മതിച്ചു തരാൻ പറ്റില്ല എനിക്ക്. വേണു പറയുന്നത് സമ്മതിച്ചു തരാൻ പറ്റാത്ത കാരണം ഇംഗ്ലണ്ടിലൊക്കെയുള്ള കത്തോലിക്ക പള്ളി അച്ഛന്മാരെല്ലാം വിറ്റ് കളഞ്ഞു. പല പാരീസ് ഓബക്കർ അല്ല, നമ്മുടെ ഈ മലയാളികളായ ആളുകൾ മേടിച്ച പള്ളി എനിക്കറിയാം, മനസ്സിലായല്ലോ. അപ്പോൾ വൈദികനില്ലെങ്കിൽ പള്ളി വേറെ പള്ളിയിൽ പോകണം. അതിന് തന്നെ അതുകൊണ്ട് വൈദികരെ കിട്ടാൻ വേണ്ടി പിന്നെ കത്തോലിക്ക സഭ എല്ലാ കാലഘട്ടത്തിലും കുടുംബാസൂത്രണത്തിന് എതിരാണ്. അത് ഇന്നും ഇന്നലെ അല്ല, എത്രയോ വർഷമായിട്ട് എതിരാണ്. നമ്മളത് കാണണ്ടേ? അത് കാണാതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കത്തോലിക്ക സഭ എപ്പോഴും ഈ കുടുംബാസൂത്രണം യോജിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ കത്തോലിക്കൻ വേണം, അംഗങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പ്രത്യേക അനുഗ്രഹമോ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കത് അറിയില്ല എൻ്റെ ഡീറ്റെയിൽസ്. അതുകൊണ്ട് കത്തോലിക്ക സഭ പിള്ളേരില്ലാത്തതുകൊണ്ട് ഈ കള്ളന്മാരായവനെല്ലാം അച്ഛനാക്കി വെച്ചിരിക്കുന്നു എന്ന ഒരു പ്രചരണം മാതൃമിച്ചാലും വേണു കൊടുക്കണ്ട. നല്ല അർത്ഥത്തിൽ മാർ ആലഞ്ചേരി പിതാവടക്കം മുട്ടിപ്പായിൽ പ്രാർത്ഥിച്ച് പറയണ്ടേ, ഇതാ ഞങ്ങൾക്ക് പിഴവ് പറ്റുന്നു, ഞങ്ങളുടെ തല കുനിയുന്നു എന്ന്? അങ്ങ് അതിലൊന്നുകൂടി ഒന്ന് ഊന്നി പറഞ്ഞാൽ എനിക്ക് അടുത്ത അതിഥിയിലേക്ക് പോകാം. ഞാൻ പറയാം വേണു, ഈ റൂബിൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ, അച്ഛൻ എന്ന് പറയുന്നത് മേലിൽ വേണു, ഞാൻ വൃത്തികെട്ടവൻ എന്നാണ് പറയുന്നത്. ആ റൂബിനെ ഇത്രയും നാളും വൈദികനായി വെച്ചുകൊണ്ടിരുന്നത് പേരിൽ നമ്മുടെ കർദിനാൾ മാത്രമല്ല
വൈദികരും മെത്രാന്മാരും മുഴുവൻ മുട്ടിപ്പായിട്ട് ദൈവത്തോട് ക്ഷമ പറയണം. PC ജോർജ് 10 കൊല്ലം മുമ്പ് കേരള പൗരോഹിത്യം മാപ്പ് പറയണ്ടേ? ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ, ബെനഡിക്റ്റ് 16 പോലെ, ജോൺ പോൾ 2 പോലെ മാപ്പ് പറയണ്ടേ? തീർച്ചയായിട്ടും ഇവിടെ വേണു പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. കത്തോലിക്ക സഭയുടെ എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പിഴയാളി, ഞാൻ കുറ്റവാളി എന്നേറ്റു പറയുന്ന ഞാൻ പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. കത്തോലിക്ക സഭ അനുദിനം നടത്തേണ്ട ഒരു കർമ്മമാണത്. കാരണം കത്തോലിക്ക സഭയിൽ ധാരാളം പേര് മുകളിൽ നിന്ന് താഴെ വരെയുള്ളവർ പാപം ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യബോധം സഭയിലുള്ള എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എത്തിച്ചേരുന്നില്ല. ഒരൊറ്റ സംശയം, തിരുവത്താഴവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഭാഷാഭൂഷണിയുടെ ഒരു ലക്കത്തിൽ വരുന്നു. കത്തിച്ചില്ലേ കേരളത്തിലെ തെരുവുകളിൽ ആ പ്രസിദ്ധീകരണം? അപ്പോൾ ശക്തമായി തെരുവിലിറങ്ങാനും ശക്തമായി പ്രതിഷേധം അറിയിക്കാനും ഒക്കെ നിങ്ങൾക്കറിയും. പ്രതിരോധത്തിലാകുന്ന സമയം പിന്നണിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്? അതിനാരാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടത്? വേണു, തീർച്ചയായിട്ടും ഈ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് വലിയൊരു ഒതുപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണ്. ഞാനത് മറന്നിട്ടില്ല. കോർട്ടീസ് ദ ലെപ്രസി ഓഫ് ദ പേപ്പസി എന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞതാണ്. ഈ അരമനയാണ് പേപ്പസിയുടെ കുഷ്ഠരോഗമെന്ന്. അങ്ങനെയുള്ള പ്രതിസന്ധികൾ സഭയ്ക്കകത്തുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. അതുണ്ടെന്ന് പറയുമ്പോഴും അത് നിരന്തരമായി ജസ്മി പറഞ്ഞതുപോലെ നിരന്തരമായി നവീകരിക്കുകയും നിരന്തരമായി പേടിക്കുകയും ചെയ്യണം. അത് വേണ്ടതാണ് സഭയുടെ ആദർശങ്ങൾ. തിരുവത്താഴ ചിത്രം വന്നപ്പോൾ നിങ്ങൾ ഭാഷാഭൂഷണിക്കെതിരെയും മലയാള മനോരമയ്ക്കെതിരെയും യുദ്ധമുഖം തുറന്നു. അതേസമയം കാര്യകാരണത്തോടൊരു ദേശീയ പ്രസിദ്ധീകരണം ജനുവരി 30 ഔട്ട്ലുക്ക് ഒരു കവർ സ്റ്റോറി അടിച്ചപ്പോൾ, മിനു ഇട്ടി ഐപ്പിൻ്റെ കവർ സ്റ്റോറി, നിങ്ങൾ മിണ്ടിയില്ല. 10ഓളം പുരോഹിതരാണ് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അവരുടെ ചിത്രം സഹിതം കേസുകൾ സഹിതം ആ പ്രസിദ്ധീകരണം ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞപ്പോൾ ഒരാളും ഒരു കോപ്പിയും കത്തിക്കാനുണ്ടായില്ലല്ലോ. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം. ചില ആളുകൾ ചില അമിതമായ ആവേശം ചില കാര്യങ്ങൾ കാണിച്ചതുകൊണ്ട് സഭ ഔദ്യോഗികമായി ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും സഭ ഔദ്യോഗികമായി ചെയ്യൂ. സസ്പെൻഡ് ചെയ്തു, പ്രഘോഷണ പ്രഭാഷണത്തിൽ നിന്ന് വിലക്കി, കുമ്പസാരക്കൂട്ടിൽ അതിൻ്റെ നായകനായിരിക്കുന്നതിൽ നിന്ന് നീക്കി, ഇങ്ങനെയൊക്കെയുള്ള വാർത്താക്കുറിപ്പുകൾ ഇറക്കാതെ ഞങ്ങളുടെ തല കുനിയുന്നു എന്ന് പറയുമോ? തീർച്ചയായിട്ടും ഞാനിവിടെ പറഞ്ഞതാണ്. പറയാൻ ഉത്തരവാദിത്വമുണ്ട് സഭയുടെ എല്ലാവർക്കും. ഇത് ഒരു പാവപ്പെട്ട കുടുംബത്തോട് ചെയ്ത അപരാധമാണ് എന്ന് ഓർത്തുകൊണ്ട് ജോൺ 2 മാർപ്പാപ്പ പഴയ കാലത്തിലെ കുറ്റങ്ങൾക്ക് മാപ്പ് ചോദിച്ചതുപോലെ ആ മാപ്പിരക്കുന്ന സഭയാണത്. അതുകൊണ്ടാണ് ഞാൻ പിഴയാളി ചൊല്ലുന്ന സഭയാണ് എന്ന് ഞാൻ പറഞ്ഞത്. അത് ഒരിക്കലും അതിനകത്ത് യാതൊരു വിധത്തിൽ കലർപ്പ് ആവശ്യമില്ല. അത് നടത്തുമ്പോൾ നിരന്തരമായ നവീകരണത്തിന് സഭയ്ക്ക് ബാധ്യതയുണ്ട്. ഒരാളാണെങ്കിലും വീണു പോകുന്നത് പരാജയമാണ്. ആ വീഴ്ചയെക്കുറിച്ചുള്ള ദുഃഖവും മനസ്താപവും പ്രായശ്ചിത്തവും സഭയ്ക്കുണ്ടാകണം. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പരിഷ്കരണമോ പരിഹാരം? ഇടവേളയ്ക്ക് ശേഷം.